ഹായ് എവരിവൺ. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പാൽ പൊരിച്ചതാണ് ഞങ്ങൾ തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണിത്. കുക്കിംഗ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ അടുക്കളയിലെ പുതിയൊരു കൂട്ടുകാരനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താം. നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്ററോ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മിസ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ ഒന്ന് കാണാം കേട്ടോ. നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാനിന്ന് പരിചയപ്പെടുത്താനായിട്ട് വന്നിട്ടുള്ളത്. ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് എൽഫോറ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഫോൺ ഹോൾഡറാണ് കേട്ടോ. എൽഫോറ അഡ്ജസ്റ്റബിൾ ഓവർഹെഡ് മൊബൈൽ ഫോൺ ഹോൾഡർ വിത്ത് ലോങ് ആം. ഇത് ഓവർഹെഡ് ആംഗിൾ ആവശ്യമുള്ള എല്ലാ വീഡിയോ റെക്കോർഡിങ്സിനും യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. മെയിൻലി കുക്കിങ്ങിനും ക്രാഫ്റ്റിങ്ങിനും ഒക്കെ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. ഞാനിപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നല്ല ക്വാളിറ്റിയുള്ള മെറ്റൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ബോഡി. ഇത് നമുക്ക് പാർട്സ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് വളരെ വേഗം തന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് അറ്റാച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യൂസർ മാനുവലും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അത് നോക്കിയിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇതിപ്പോൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതെൻ്റെ കിച്ചണിലെ കൗണ്ടർ ടോപ്പിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ടേബിളിലും ഒക്കെ ഇത് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മുടെ യൂസ് എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ റിംഗ് ലൈറ്റ് വരുന്നില്ല കേട്ടോ. റിംഗ് ലൈറ്റ് ഞാൻ സെപ്പറേറ്റ് വാങ്ങി ഇതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. റിംഗ് ലൈറ്റ് നേരത്തെ എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ റിംഗ് ലൈറ്റ് വെക്കുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇതിപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മീഷോയിലും എല്ലാം അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ആവശ്യമുള്ളവർ കയറി ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. 360 ഡിഗ്രി റൊട്ടേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഏത് ആംഗിളിലും നമുക്ക് വീഡിയോ എടുക്കാനും പറ്റും. ഹൈറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനും പറ്റും. അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് നല്ല വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും വേഗം തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാനൊരു സോസ് പാനിലേക്ക് 1/2 കപ്പോളം കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര കൂടി ചേർക്കണം. ഇനി ഇതിലേക്ക് 250 ml 2.5 കപ്പോളം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പാല് കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഇപ്പോൾ 2.5 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കോൺഫ്ലവർ കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം നമ്മളിത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്താൽ മതിയാവും. ഞാനിതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത ശേഷം ഗ്യാസിലേക്ക് വയ്ക്കാം. ഫ്ലെയിം മീഡിയം ടു ലോ ആയി തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. 4-5 മിനിറ്റുകൾ കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. ആ സമയം ഇത് കട്ട പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുറുകി വരും. ഇതൊന്ന് തിക്കായി വരുമ്പോഴേക്കും ഫ്ലെയിം ലോ ആയി തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി അങ്ങ് കട്ട പിടിച്ച് പോവും. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കുറുകി വരുന്നുണ്ട്. അത്യാവശ്യം കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് 1-2 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. പാത്രത്തിൽ നിന്നും വിട്ടു വരുന്ന പരുവമാകുമ്പോഴേക്കും നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയാൽ മതിയാവും. ഇതിപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മളൊരു ഹൽവയൊക്കെ ചെയ്തെടുക്കുന്ന പോലെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായി കിട്ടും കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുത്താൽ മതിയാവും. ഇത് മൊത്തത്തിൽ ഇങ്ങനെ കട്ടിയായിട്ട് നമ്മൾ എടുക്കുമ്പോൾ കയ്യിലേക്ക് വരും. ഇത്രയും കട്ടിയിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത്രയും തിക്കായിട്ട് തന്നെ ഇരിക്കണം. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിപ്പോൾ ഒട്ടും തന്നെ കട്ട പിടിച്ചും പോയിട്ടില്ല, അതുപോലെ തന്നെ ലൂസായും പോയിട്ടില്ല. നമ്മുടെ കറക്റ്റ് പാകത്തിന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിന് ഈ ചൂടോടെ തന്നെ മറ്റൊരു ബൗളിലോട്ട് മാറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ ഇരുന്ന് ഇത് സെറ്റായി പോവും. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ബൗളിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്പൂൺ കൊണ്ടോ സ്പാച്ചുല കൊണ്ടോ അത് നിരത്തി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഷേപ്പിലേക്ക് മാറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും. ഞാനിപ്പോൾ ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗളിൻ്റെ ഷേപ്പിൽ തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ശേഷം ഞാനൊരു 1/2 മണിക്കൂറോളം ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ അടിയിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നതൊന്നുമില്ല. കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. സ്ക്വയർ ഷേപ്പിൽ തന്നെ ഞാനിവിടെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, നല്ല സോഫ്റ്റായിട്ടും സ്പോഞ്ചായിട്ടും തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ബൗളുകളിലായി ബ്രെഡ് ക്രംസും കോൺഫ്ലവറും മുട്ടയും ഞാൻ എടുത്തിട്ടുണ്ട്.
3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 5 ബ്രെഡ് പൊടിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ 1 മുട്ടയുമാണ് എടുത്തിട്ടുള്ളത്. മുട്ടയിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് 3 എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും കോൺഫ്ലവറിൽ നന്നായിട്ടൊന്ന് 4 വശവും കോട്ട് ചെയ്തെടുക്കണം. ശേഷം അതിൽ ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു കോൺഫ്ലവറൊക്കെ ഒന്ന് തട്ടിക്കളയണം കേട്ടോ. ഇങ്ങനെ ചെയ്തെടുത്താൽ മാത്രമേ ബ്രെഡും മുട്ടയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് കോട്ടായിട്ടിരിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോൺഫ്ലവറിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താൽ മതിയാവും. എല്ലാം തന്നെ ഇങ്ങനെ ചെയ്തെടുക്കണം. കോൺഫ്ലവർ ഒരുപാട് കൂടി പോകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് തട്ടിക്കളഞ്ഞാൽ മതിയാവും. ആവശ്യത്തിന് എടുത്തതിന് ശേഷം ഒന്ന് തട്ടിയതിന് ശേഷം നമുക്ക് മുട്ടയിലോട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. മുട്ടയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഡിപ്പ് ചെയ്യാം. ഇപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എല്ലാം തന്നെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാനിലേക്ക് ഓയിലൊഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. നമ്മുടെ കയ്യിലുള്ള ഏത് ഓയിലായാലും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഓയിൽ ചൂടായതിനു ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആയതിൻ്റെ പേരിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ പുറംഭാഗം മാത്രം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയാവും. വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് മറിച്ച് വിട്ട് ഇതുപോലെ മുരിച്ചെടുത്താൽ മാത്രം മതിയാവും. ഞാനിവിടെ 2 സെറ്റായിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഞാനിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റുവാണ്. ഇങ്ങനെ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. ഒരു വട്ടം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട. ഞാൻ എൻ്റെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന മൊബൈൽ സ്റ്റാൻഡിനെ കുറിച്ചുള്ള ഐഡിയ തന്നതും അതെനിക്ക് ഗിഫ്റ്റ് ചെയ്തതും സാപ്പ് സ്റ്റോക്സ് എന്ന ചാനലിലെ സാബിർ സാറാണ്. പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുള്ളവരും ഒക്കെ സാറിനെ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഐഡിയാസൊക്കെ കിട്ടുന്നതാണ്. സാറിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാനിവിടെ കൊടുക്കാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.